ഹലോ കൂട്ടുകാരെ, ഇതുണ്ട് കപ്സിക്കം. ഞാൻ നട്ടു നോക്കി, അതും മുളച്ചു. പച്ച കളറ് കപ്സിക്കം തന്നെ മാർക്കറ്റിൽ പോയപ്പോഴേ. അപ്പോൾ അവർ പറഞ്ഞു ഇത് മൂത്താന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സംശയമായിരുന്നു. നട്ടു നോക്കിയപ്പോൾ അത് ഉണ്ടായി. ഇത് വേറെ കപ്സിക്കം. അങ്ങനെ 2-3 സൈസ് കപ്സിക്കം നട്ടു വെച്ചു. എല്ലാം മുളച്ചു വന്നിട്ടുണ്ട്. ഉണ്ട് പച്ച കളറ്. അത് ഞാനത് പിഞ്ചാന്ന്. അപ്പോൾ അവർ പറഞ്ഞു മൂത്താന്ന് പറഞ്ഞു. അതിൻ്റെ അരി നട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് മുളച്ചു വന്നു കേട്ടോ. മുളയ്ക്കാലെന്ന് ഓർത്താണ് നല്ലത്. പരീക്ഷണം നോക്കിയതാണ്. നല്ലപോലെ മുളച്ചു വന്നു. ഇതുണ്ടോ, മുളച്ചു വന്നു. ഇത് മഞ്ഞ കളറ് മുളകേ. അത് നട്ടു. അത് നട്ടപ്പോൾ ഇത് അടുത്ത വീട്ടുകാർ തന്ന. അത് മുളച്ചു. അല്ല, തക്കാളി പോലെ ഇരിക്കുന്നുണ്ടോ. എനിക്കിഷ്ടപ്പെട്ട ഈ മുളക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ. ഇതാണ് അതിൻ്റെ തൈ ഉണ്ടായി കണ്ടോ, മുളച്ചു. അടുത്ത വീട്ടുകാർ 2 മുളക് തന്നാണ്. ഇത് വേറെ സൈസ് മഞ്ഞ കളർ. മുമ്പത്തെ സൈസ് മാറി കേട്ടോ. അതും മുളച്ചു. അതും നട്ടു കണ്ടോ. അത് നട്ടു, മുളച്ചു. അങ്ങനെ 2-3 സൈസ് കപ്സിക്കവും മുളച്ചു. ചെറിയ കപ്സിക്കവും പച്ച കളർ കപ്സിക്കവും എല്ലാം മുളച്ചു. അതിൻ്റെ കളർ അതാന്നാണ് പറഞ്ഞ്. പഴുക്കുമ്പോഴും അതാ കളറാന്ന് പറഞ്ഞു. ഇനി മുളക് ഉണ്ടാകുമ്പോൾ അറിയാം. ഇടയ്ക്ക് കുരുടിപ്പ് രോഗം വന്നായിരുന്നു. ഞാൻ അന്നേരം കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിച്ചു. കണ്ടോ, ഈ ടെറസേല വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാം ഉണ്ടായി. ഇനി മുളക് ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോ ഇടാവേ. മണലിലാണ് എല്ലാം നട്ടു വെച്ചേക്കുന്നത്. ഇതാണ് ചെറിയ കപ്സിക്കം, വെജിറ്റബിൾ കപ്സിക്കം. ഇത് മുളച്ചു കേട്ടോ. ഞാനോർത്ത് കപ്സിക്കം മുളയ്ക്കാലെന്ന് ഓർത്തു. ഉണ്ടോ, എല്ലാം പൂവിടാറായേ. കാണാവേ. കണ്ടോ, പൂവിടാറായത് കണ്ടോ.